നെഗറ്റീവ് പബ്ലിസിറ്റി ഇഷ്ടപ്പെടുന്നവർ ഈ ലോകത്ത് ആരാണുള്ളത്? ഒരാളുമില്ല. തന്നെക്കുറിച്ച് ഇല്ലാത്തത് പറയുക, അതാണല്ലോ നമുക്ക് നെഗറ്റീവായി തോന്നുന്നത്. തന്നെക്കുറിച്ച് ഇല്ലാത്തത് പറയുന്നവരെക്കുറിച്ച് നല്ല ഇംപ്രഷൻ ഉള്ള ആരെങ്കിലും ഈ ലോകത്തുണ്ടാകുമോ? രേണു സുധീര, ഞാൻ അങ്ങനെ വിളിക്കും. രേണു സുധീരയും അങ്ങനെയല്ല. നെഗറ്റീവ് പബ്ലിസിറ്റി ഇഷ്ടപ്പെടുന്നവൾ രേണു എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. തന്നെക്കുറിച്ചുള്ള നെഗറ്റീവും പോസിറ്റീവും ആക്സെപ്റ്റ് ചെയ്യുന്നു അവർ എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നെഗറ്റീവ് പബ്ലിസിറ്റി ഇഷ്ടപ്പെടുന്നു എന്നല്ല. നെഗറ്റീവ് പറയുന്നു ആളുകൾ, അതിനെ എതിർത്ത് അതിന് മറുപടി പറയാൻ പോയി കഴിഞ്ഞാൽ ജീവിതം തന്നെ മനുഷ്യരുടെ നഷ്ടപ്പെടും. ജീവിക്കാനായി സമയമില്ലാതാവും. കാരണം ഇപ്പോൾ ഒരു മീഡിയയുടെ യുഗമാണ്. അതിന് സമയം ആവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ പണിയെടുത്ത് ജീവിക്കുന്നവർക്ക് അതിന് സമയം കണ്ടെത്താൻ എളുപ്പമല്ല. മീഡിയയുടെ മുന്നിലിരുന്ന് വർത്താനം പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്നവർക്ക് പബ്ലിസിറ്റി നെഗറ്റീവോ പോസിറ്റീവോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല സുഖമാണ്. പക്ഷെ ആക്ച്വലായിട്ടുള്ള സിറ്റുവേഷനിൽ ജോലി ചെയ്യുന്നവർക്ക് അതിന് നേരം കിട്ടില്ല, നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് മറുപടി പറയാൻ പോയാൽ. അതുകൊണ്ടാണ് ഒരൊറ്റ വാക്കിൽ ഞാനത് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് ഒഴിവാകുന്നത്. കാരണം രേണുസുധിയുടെ പിന്നാലെ മാധ്യമപ്പടയാണ്. ഓരോ ഫോണും കൈപ്പിടിച്ച ആളുകൾ നടക്കുകയാണ്. വെള്ളം കുടിക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും ഒക്കെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവരത് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ, അവരത് ചെയ്യരുത് എന്ന് പറയുകയാണെങ്കിൽ അഹങ്കാരമായി. നമ്മുടെ ഒരു MP ആയിട്ടുള്ള ഒരാൾക്ക് പോലും ഇങ്ങനെ സെൽഫി എടുക്കാൻ ഒപ്പം നിൽക്കട്ടെ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് അഹങ്കാരമായിട്ട് വ്യാഖ്യാനിച്ചവരുണ്ട്. പിന്നെ രേണുസുധിയുടെ കാര്യം പറയാനുണ്ടോ? രേണുസുധിയുടെ വീട്ടിൽ പോലും വന്ന് പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറി ക്യാമറയും കൊണ്ടുവന്ന് അതൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് തൻ്റെ ഇടമുള്ള ആളുകളുണ്ട്. ഇവരിനെ ഒന്ന് നോ പറയാനായിട്ട് തൽക്കാലം രേണുസുധിക്ക് സാധിക്കില്ല. കാരണം രേണുസുധി ഇവരിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവിക്കുന്നതെന്ന് അവൾക്ക് ബോധ്യമുണ്ട്. എനിക്ക് രേണുസുധിയെ ഇഷ്ടം അവളുടെ ഉറച്ച വാക്കുകളും സംസാരങ്ങളും പ്രവൃത്തികളും. ഒരു ലക്ഷ്യം അവൾക്കുണ്ട്, എല്ലാം നല്ലതിനു വേണ്ടി സംഭവിക്കും എന്നുള്ള ഒരു തീരുമാനം. ഞാൻ നന്നായി പ്രവർത്തിക്കട്ടെ, എനിക്ക് നല്ലത് വരും എന്നൊരു തീരുമാനം.